അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സഹോദരൻ റോണി വർഗീസ് ആണ്. തൻ്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട്, ശ്രദ്ധയോട്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ റോണി വർഗീസ് ബ്രദറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആരാമ ടിവിയിലൂടെ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ഡാനിയേൽ ജോൺ ഗുജറാത്ത് അവരോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് റോണി വർഗീസ്. ഞാൻ കോട്ടയത്ത് മാങ്ങാനത്ത് താമസിക്കുന്നു. ഞാൻ ഒരു ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ വർക്ക് എടുത്ത് ചെയ്യുന്നു. എനിക്ക് ഭാര്യ, 3 കുട്ടികളുണ്ട്. മൂത്തയാള് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ കുടുംബം സന്തോഷകരമായി പോകുന്നു. എന്നെ കുറിച്ച് പറയുന്നതിലുപരി എനിക്ക് കർത്താവ് എന്ത് ചെയ്തു എന്നത് പറയുന്നതാണ് എനിക്ക് ആഗ്രഹം. കാരണം ഒരു ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ വീണ്ടെടുത്തത് എങ്ങനെ എന്നൊന്ന് പറയുക, എന്റെ കർത്താവിനെ കുറിച്ച് ഉയർത്തുക എന്നത് മാത്രമാണ് ഇത്. അത് ഞാൻ എന്താണ് എന്നുള്ളതല്ല. പക്ഷെ എങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞിട്ട് എന്നെ എങ്ങനെയാണ് ദൈവം വീണ്ടെടുത്തതെന്ന് ഉള്ളത് ഒരു സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അതായത് യാദൃശ്ചികമായ ഒരു കുടുംബത്തിൽ നിന്നാണ് എന്റെ ജനനവും വന്നതും ഒക്കെ. ചെറിയൊരു കുടുംബത്തിൽ നിന്നാണ്. കഞ്ഞിക്കുഴിക്ക് താഴെ, കോട്ടയത്ത് കഞ്ഞിക്കുഴിക്ക് താഴെ ഇറഞ്ഞാൽ നട്ടാശ്ശേരി എന്നറിയപ്പെടുന്ന ഒരു ദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എന്റെ ഫാദറിന് ഇറച്ചിവെട്ടായിരുന്നു. അതിൻ്റെതായ ഒരു ജീവിത ശൈലിയിലായിരുന്നു പുള്ളിയുടെ ജീവിതവും കാര്യങ്ങളും എല്ലാം. എന്റെ 18-ാമത്തെ വയസ്സിൽ പുള്ളി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ അമ്മയുടെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നതും ഒക്കെ. സ്കൂൾ ജീവിതമൊക്കെ ഒരു ഭയത്തിന്റെ ഒരു രീതിയിലൊക്കെയായിരുന്നു ജീവിതവും കാര്യങ്ങളും ഒക്കെ. കാരണം ഇറച്ചി വെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നെന്നുള്ളത്. ഇതിനെ കുറിച്ച് വിവരിക്കുന്നില്ല. എങ്കിലും ആ ഒരു സ്കൂൾ ജീവിതം എനിക്ക് പൂർത്തീകരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഫാദർ മരിച്ചു കഴിഞ്ഞ് അമ്മയാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും ഒക്കെ. എങ്കിലും പഠിത്തത്തിനൊന്നും മുന്നോട്ട് പോകാൻ. പക്ഷെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മള് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അങ്ങ് മാറി. കൂട്ടുകാർ കൂടി ഉഴപ്പി നടക്കുന്ന ഒരു ശൈലിയിലേക്ക് അങ്ങ് പോയി. അങ്ങനെയായി. അമ്മ പിന്നെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഇതുകൊണ്ട് ഗൾഫിൽ ജോലിക്ക് പോയി. എങ്കിലും കൂട്ടുകാർ കൂടിയുള്ള ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം എനിക്ക് കേരളത്തിന് പുറത്ത് ജോലിക്ക് പോകാണ്ട് അവസരം ലഭിച്ചു. അങ്ങനെ കേരളത്തിന് പുറത്ത് ഞാൻ തൊഴിൽ പഠിച്ച് ഈ കൂട്ടത്തിൽ തൊഴിലും കൂടെ പഠിച്ചായിരുന്നു. അപ്പം അതനുസരിച്ച് കേരളത്തിന് പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ തുടങ്ങി. എങ്കിലും എന്റെ സ്വഭാവത്തിനൊന്നും മാറ്റമൊന്നും വരാൻ പറ്റിയില്ല. അങ്ങനെ തിരികെ വന്ന് ഇവിടെ കോട്ടയത്ത് ഫൈനാൻസ് തുടങ്ങാനും കുറെ കാര്യങ്ങൾ ഫൈനാൻസുകാരുടെ കൂട്ടത്തിൽ പോകാനും ഒക്കെ കുറെ കാര്യങ്ങൾ. അതായത് പത്താംകുളം എന്ന് പറയുന്ന ഒരു ഫൈനാൻസ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാ ചെയ്യുന്നതെന്നും ഒക്കെ. 7,000 രൂപയ്ക്ക് 3,000 രൂപ 10 ദിവസത്തിന് പലിശ, ആ ഒരു ശൈലിയിലാണ്. അത് കൊടുത്താൽ മേടിക്കാം എന്നുള്ളൊരു ജീവിത ശൈലിയിലോട്ട് നമ്മളും മാറി. അങ്ങനെയൊക്കെയുള്ള ജീവിതമായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ
അമ്മ അമ്മ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ജീവിത പങ്കാളിയെ വേണം എന്നുള്ള ശരി. അപ്പം ഞാൻ ആ ഇതിനിടയ്ക്ക് എനിക്കൊരു കേസ് ഉണ്ടായപ്പോഴത്തേന് ഞാൻ അതിൽ നിന്നൊക്കെ ഈ ഫൈനാൻസ് പ്രോഗ്രാമിൽ നിന്നൊക്കെ ഞാൻ പിൻവാങ്ങി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ സഹോദരന്റെ ആ, മകന്റെ കൂട്ടത്തിലാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ഇലക്ട്രിക്കൽ, അത് സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ അമ്മ പറഞ്ഞ് ഒരു വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള, അങ്ങനെ ഞങ്ങൾ വിവാഹത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോഴും എന്റെ ജീവിതശൈലിക്ക് മാറ്റം വന്നില്ല. മദ്യപാനവും സിഗരറ്റ് വലി ഒക്കെ ഉണ്ടായിരുന്നു, കൂട്ടുകൂടിയുള്ള നടപ്പും കാര്യങ്ങൾ. കാരണം ഒരു മദ്യപാനം തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മദ്യപാനം അല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറ എന്ന് പറയുന്ന ഒരു തലമുറയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യപാനം തെറ്റ് ആണെന്ന് ആരും പറയത്തില്ല, പക്ഷെ അല്പം മദ്യപിക്കുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിൽ അതൊരു വലിയ തെറ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ വീട്ടിലും അമ്മ എന്നോട് ചോദിക്കും, അപ്പൻ പോയ വഴി കൂടെ തന്നെയാണോ നീയും പോകാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ. അതിനിടയ്ക്ക് അമ്മ ആ, ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അമ്മ തിരികെ വീണ്ടും ആ, പാരമ്പര്യ വിശ്വാസത്തിലേക്ക് തിരികെ പോന്നു. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കൊള്ളക്കം സൃഷ്ടിച്ചു. അങ്ങനെ ഞങ്ങള് ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. ആ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ ചെറുപ്പത്തിലൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുവാനൊക്കെ പോകുമായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ വചനം അന്ന് സൺഡേ സ്കൂൾ വഴിയാണെങ്കിലും കുറച്ച് വചനം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ദൈവവചനം, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇരുട്ടിലിരുന്ന് അത് തന്നെയാണല്ലോ. കാരണം എന്റെ ജീവിതം മാറി മറിഞ്ഞത് ഞാൻ ഒരു ഞായറാഴ്ച, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. കാരണം എനിക്കത് ഇഷ്ടമേ അല്ല. എന്റെ അച്ഛന്റെ പെങ്ങന്മാര് ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന രണ്ട് കുടുംബങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെന്റെ പെങ്ങന്മാരാ. അച്ഛന്റെ പെങ്ങടെ മക്കൾ എന്ന് പറയുന്നത് എന്റെ പെങ്ങന്മാര് തന്നെ. അവരെപ്പോഴും എന്നോട് പറയും, നീ ഇങ്ങനെ നടക്കരുത്. അപ്പൊ ഞാൻ ആ, ഒരു പാർട്ടി പ്രവർത്തക രീതിയിലോട്ടൊക്കെ അങ്ങ് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്നു. അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആയി. അപ്പൊ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെങ്ങന്മാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരെന്നോട് പറയും, ഇതല്ലടാ ജീവിതം, ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുമെങ്കിലും നമ്മൾ ഇതൊന്നും ചെവിക്കൊള്ളത്തില്ല. ഇത് വെറും തട്ടിപ്പാന്നാ പറയുന്നത്. തട്ടിപ്പാന്ന് പറഞ്ഞ്, കാരണം എന്റെ വീടിന്റെ അടുത്ത് തന്നെ അയ്മനത്ത് കവല എന്ന് പറയുന്ന കവലയുണ്ട്. ആ കവലയിൽ നിന്ന് പരസ്യയോഗം ചെയ്ത ഒരു പാസ്റ്റർ, അത് ഇപ്പം അതിന്റെ തെറ്റെന്താന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ആ ദൈവദാസനെ, അന്നത്തെ കാലത്ത് പുള്ളി ഒരു സൈക്കിളല്ല വരുന്നത്. ആ സൈക്കിള് മേടിച്ച് വർത്താറെന്ന് പറയുന്ന 6 ആറിക്കളഞ്ഞ് പുള്ളിയുടെ മൈക്കും എടുത്ത് കളഞ്ഞ്, ഇനി മേലെ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ വിരോധം അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ അ- അച്ഛന്റെ പെങ്ങടെ മക്കൾ രണ്ടുപേര് അവര് മരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 27 വയസ്സിനിടയ്ക്കാണ് ഈ രണ്ടുപേരും രണ്ടുപേരും വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞവരാണ്, സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. കാരണം അന്നൊന്നും നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ വരുമ്പം അന്ന് അവിടെ പ്രാർത്ഥിക്കാൻ വന്ന മാസ്റ്റർമാര് മൈക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, നിങ്ങൾക്ക് അല്ലാതെ പറ്റിയോ. അങ്ങനെ അവരെ ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. പറ്റത്തില്ല എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ നിന്നിരുന്ന എന്നെ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു ഞാൻ? അത് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വരവായിരുന്നു എന്റെ. ഞാൻ ആ ദൈവദാസനോട് ഞാനിപ്പോഴും ആ ദൈവദാസനോ അന്ന് ഇറക്കി വിട്ട ആ ദൈവദാസനോട് ഞാനിപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ആ, ആ, ഇവിടെ കോട്ടയത്ത് തന്നെയുള്ളൊരു ചർച്ച നടത്തുന്ന പുള്ളി,
ആ ദൈവദാസനുമായിട്ട് പോയി ആ ദൈവദാസന്റെ ചർച്ചിൽ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മിക്കവാറും പോകുന്ന കാരണം ഞാൻ അന്ന് ചെയ്ത തെറ്റിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതെന്തിനായിരുന്നു അവര് അങ്ങനെ മൈക്ക് വെച്ച് സംസാരിക്കുന്നത് എന്നുള്ളതിനൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ഒരു മരണ വീട്ടില് വചനം പറയുന്നത് എന്തിനാണ്, പാട്ട് പാടുന്ന വചനം പറയുന്നത് അവര് സംസാരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അല്ലെന്നുള്ള കാര്യം ബോധ്യം വന്നത് ഇപ്പോഴാണ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ശൈലിയിൽ നിന്ന് എന്നെ ദൈവം വീണ്ടെടുത്തത് എനിക്ക് എത്ര സ്തുതിച്ചാലും മതി, എന്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. കാരണം മരണം മരണത്തിന്റെ പടിവാതിക്കൽ വരെ എത്തി എന്ന് പറയാം. മരണപാശങ്ങൾ എന്നെ തൊട്ടു, പാതാള ഗോപുരങ്ങൾ എന്ന് കറക്റ്റായിട്ട് തിരുവചനം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ശൈലിയിൽ മാറിപ്പോയിരുന്നു. അങ്ങനെ ഒരു ദിവസം, അതായത് ഒരു ദിവസം ഞാൻ ഒരു ഞായറാഴ്ച എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ്. മിക്ക ഞായറാഴ്ചകളും ഞങ്ങൾ കൂട്ടുകൂടി രാവിലെ തൊട്ട് ഉള്ള മദ്യപാനം സേവയും കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴത്തേനായിരിക്കും, 3, 3:30, 4 വീട്ടിൽ കയറുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടിൽ കയറും. അങ്ങനെ വഴിക്ക് വീതി കൂട്ടി പോവാന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടില്. ഇങ്ങനെ വഴിക്ക് വീതി കൂട്ടി പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വിശ്വാസി കുടുംബമുണ്ട്. അച്ഛന്റെ പെങ്ങളുടെ വീട്ടുകാരാണ് അവിടെ പാല് കൊടുക്കുന്നതൊക്കെ. എനിക്കതുകൊണ്ട് ആ വിശ്വാസി കുടുംബത്തെ എനിക്കറിയാം. ഉണ്ണിച്ചാൻ എന്നാണ് അച്ഛന്റെ പേര്. അലിസാന്റെയും ഉണ്ണിച്ചാനും എനിക്ക് അവരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഞാനിങ്ങനെ ഉണ്ണിച്ചാനും വേറൊരു ദൈവ ആ, ദൈവദാസനാണെന്ന് എനിക്കറിയത്തില്ല, ഒരു ക്രീം കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു സഹോദരനും കൂടെ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൈപൊക്കി ഇങ്ങനെ പറഞ്ഞു, ഉണ്ണിച്ചാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല, കാരണം ഞാൻ നല്ല പരുവത്തിലാണ് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ അവർ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ നേരെ വീട്ടിൽ പോയി നേരെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയായപ്പോ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് ഉണ്ണിച്ചാൻ ഈ പറഞ്ഞ ദേവദാസൻ ഈ വ്യക്തിയും കൂടെ എന്റെ വീട്ടിലുണ്ട്. ഉണ്ണിച്ചാൻ വന്നിരിക്കുന്നു, നീ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞ് വിളിച്ചെഴുന്നേറ്റ്. ഞാൻ കണ്ണു നീർമയൊക്കെ എഴുന്നേറ്റ് വരുമ്പോ ഉണ്ണിച്ചാൻ എന്നാ, ഉണ്ണിച്ചാൻ ചോദിച്ചു, അല്ല അജു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് വന്നതാണോ? ആ, ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേന് പറഞ്ഞായിരുന്നു. അപ്പൊ അവരാ ഇതെല്ലാം വിശദീകരിച്ച് തന്നു. അവൻ ഇത് ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്ററാണ് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് സ്കറിയ പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ അന്ന് അവിടെ ആ ചർച്ചിൽ ഇരുന്ന പാസ്റ്റർ. അപ്പൊ ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചങ്ങ് പോയി. ആ ദിവസം മുതൽ എന്റെ ജീവിതം തകിടം മറിയാൻ തുടങ്ങി. അത് ശരിക്കും ഞാൻ ഒരു ഒറ്റപ്പെടലിന്റെ ദിനങ്ങളിലേക്ക് അങ്ങ് മാറി. എന്റെ കുടുംബം തകർന്ന് ഞങ്ങള് രണ്ടും രണ്ട് തട്ടാലായി. കുട്ടി എന്റെ കയ്യിലായി. അങ്ങനെ ഞങ്ങള് വേർപെട്ട് വേറിട്ട ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം, കുറെ കഴിഞ്ഞപ്പോ നമ്മളൊരു ഏകാന്തതയിലേക്ക്, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കുവാൻ വേണ്ടി തുടങ്ങി. വിവാഹം കഴിച്ച് കൊച്ചുണ്ടായി കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്നാ ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് പോയി. അതിനിടയ്ക്ക് വീട്ടിലും ആ, എനിക്ക് അനിയനുണ്ട്, സഹോദരിയുണ്ട്. അപ്പം അനിയന്റെ കല്യാണം അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആകെ വീട്ടിലൊരു അന്തരീക്ഷം മാറ്റം എല്ലാം കൂടെ ആയപ്പോഴത്തേന് എനിക്ക് സഹിക്കാൻ മേലാതെ വന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒരു പ്രാവശ്യം നേരെ റെയിൽവേ ട്രാക്കിൽ പോയി ഞങ്ങളുടെ ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ഞാനും കൊച്ചും കൂടെ ചാടി. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് എന്നെ കുറിച്ച് എന്നിൽ എന്തൊക്കെയോ എന്നെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിന്. അല്ലായിരുന്നെങ്കിൽ അന്നേ ആ ട്രെയിൻ മാറ്റുന്ന സമയത്താണ് ഞാൻ ചാടിയത്. പക്ഷെ എങ്ങനെയോ ഞാൻ ബോധം വരുമ്പോൾ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. ഞാൻ കൊച്ചെന്റെ എടുക്കലുണ്ട്, കുറെ പേര് എന്റെ കൂടെ കൂടെ ഉണ്ട്. ഒരു പോറൽ പോലും ഇല്ലാതെ ഞാൻ
ട്രാക്കിൽ എഴുന്നേറ്റ് പോകും. കേസ് പോലും പോലീസുകാർ എടുത്തില്ല. എങ്കിലും അവരെന്നോട് പറഞ്ഞു ഇനി മേലെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെന്നെ വിടുവായിരുന്നു. അങ്ങനെ പിന്നെയും കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. അന്നേരവും ഞാൻ വെള്ളം അടിക്കുന്നതിനാന്ന് വെച്ചാൽ മദ്യപാനിക്കുന്നതിനാന്ന് വെച്ചാൽ ഇതൊന്നും ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടി പിന്നെ മദ്യപിക്കാൻ തുടങ്ങി. ബോധമില്ലാതെ മദ്യപിക്കാൻ തുടങ്ങി. എന്നിട്ടും നമുക്കിത് മറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ ഒരു ദിവസം പകല് പെട്ടെന്ന് എഴുന്നേറ്റ് ഫാന ഇട്ട് തൂങ്ങി കഥകളെല്ലാം അടച്ചിട്ട കെട്ടി തൂങ്ങിക്കഴിഞ്ഞാൽ എന്റെ പെങ്ങളന്ന് വന്നിട്ട്, പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മാതിരമ്പുഴയെല്ലാം കെട്ടിച്ചിരിക്കുന്നത്. അപ്പം എന്റെ അവസ്ഥയൊക്കെ കണ്ട് അവള് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പം അവളും വീടിന്റെ ഫ്രണ്ട് ചെയ്താണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ റൂമില് പെട്ടെന്ന് അവൾക്കൊരു തോന്നല്, എന്നെ വന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ കഥ കൂട്ടിയിട്ടിരിക്കുക. പെട്ടെന്ന് അവള് അവൾക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കാരണം അവള് തള്ളിയ തുറക്കത്തില്ലാത്ത ഒരു കഥക വ്യക്തമായിട്ട് എനിക്ക് രണ്ട് സൈഡിലും സാക്ഷിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നും ആ കഥകിന്റെ കൊളുത്ത് ആ ബെഡ്റൂമിൽ ആരും കടക്കുന്നില്ല. തറവാട്ടിലെ ബെഡ്റൂമിൽ ആരും കടക്കുന്നില്ല. ആ ബെഡ്റൂമിന്റെ സാക്ഷി ഇന്നും നന്നാക്കിയിട്ടില്ല അമ്മ. എന്നാൽ രണ്ട് സാക്ഷി ഇളക്കാനുള്ളൂ, പക്ഷെ ഇന്നും നന്നാക്കിയിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിക്കുന്ന ഞങ്ങളൊരു തള്ളി ആ സാക്ഷി പൊളിഞ്ഞു പോകുന്നു. അതൊന്ന് നോക്കുമ്പോൾ ഞാൻ മരിച്ചു. കാരണം മലമൂത്ര വിസർജനം എല്ലാം കഴിഞ്ഞു. എല്ലാം അവള് പൊക്കി പിടിച്ച് എന്റെ കഴുത്തേരെ ഇതഴിച്ച് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചതാണ്. അപ്പം നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാവുന്ന, അതോ ദൈവം അവളെ കൊണ്ട് ചെയ്യിച്ചതാണോ? എനിക്ക് പിന്നീട് പറയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ഓർമ്മ വരുന്നത്. ജീവൻ തിരിച്ചു കിട്ടി. അപ്പം അച്ഛന്റെ പെങ്ങന്മാർ ഇതെല്ലാം അറിഞ്ഞു വന്നു. അവരെന്നോട് പറഞ്ഞു ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലൊന്ന് വാ, നീ ഒന്ന് പിള്ളേരായിട്ടാ വാ, വന്നിട്ട് അവിടെ വന്നിരുന്നാൽ മാത്രം മതി. അവിടെ പറയുന്ന ഒന്നും ശ്രദ്ധിക്കണം, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ. ഞാനൊന്നറിയാൻ ചോദിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി? അതല്ല, നീ അവിടെ ഒന്ന് വന്നിരിക്കും. എന്നാ ഞായറാഴ്ച ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ ഞായറാഴ്ച ഞാൻ ആ ചർച്ചിൽ പോയി പുറകിൽ പോയിരുന്നു. എനിക്ക് നമ്മൾ സാധാരണ പോയി കണ്ടിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന അച്ഛൻ മധുവായിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കും, കുർബാന ചൊല്ലും, നമ്മൾ പറയുന്ന. പക്ഷെ ഇത് എനിക്ക് വേറൊരു ഇതിലേക്കും, എനിക്കത് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇവരെന്തൊക്കെ ചെയ്യുന്നെന്നോ അവരൊക്കെ എന്തൊക്കെയാ പറയുന്നത്, എന്റെ മൈൻഡ് അതിനകത്തേ അല്ല. അങ്ങനെ 2 ഞായറാഴ്ച ഞാൻ പോയി. 2 ഞായറാഴ്ച പോയിട്ട് എന്റെ സ്വഭാവത്തിനൊന്നും മാറ്റമില്ല. അന്നേരം എന്നോട് പഴയ സ്റ്റൈലിൽ തന്നെ സിഗരറ്റും വലിക്കും, കള്ളു കുടിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അവര് എന്നോട് സ്നേഹത്തോടെ നമ്മളെ മാറ്റി നിർത്തുന്നില്ല. അവിടെ ഉള്ളവരാരും എന്നെ നമ്മളെ മാറ്റി നിർത്തുന്നില്ല. അവര് നമ്മളോട് സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും, പിള്ളേരെ പെൺകൊച്ചിനെ ആണെങ്കിലും എടുത്ത് അവരുടെ ആ ഒരു സഹോദര സ്നേഹത്തിൽ അവരെല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവര് നമ്മളെ എങ്ങനെ ഇത് സ്നേഹിക്കാൻ പറ്റുന്നത് എന്ന്, മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ ഇവരെങ്ങനെ നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ എന്റെ ജീവിത ശൈലിക്ക് മാറ്റം വരുന്നില്ല. അങ്ങനെ 2-3 ഞായറാഴ്ച വീണ്ടും അന്ന് പോകാൻ തുടങ്ങി. അതിനാണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം, ഞാനിങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പം രാവിലെ ഞാൻ ഇറങ്ങി വാതിക്കൽ ഒരു കടയുണ്ട്. ആ കടയുടെ അവിടെ വന്ന് 2 സിഗരറ്റ് വലിക്കും. ഒരു സിഗരറ്റ് വലിച്ച് കളഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്ന് അടുത്ത സിഗരറ്റ് മേടിച്ച് വലിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, കൊച്ചുമോൻ എന്ന് പറയും. പുള്ളി വന്ന് രാവിലെ പിള്ളേരെ സ്കൂൾ പിള്ളേരെ കൊണ്ടുപോയി ടൈം അത് കഴിഞ്ഞിട്ട് വന്ന എന്നോട് പറഞ്ഞു, എടാ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നു, നീ ഏതെങ്കിലും ചർച്ചിലൊക്കെ പോകാൻ തുടങ്ങിയല്ലേ, നീ അവിടെ വരെ വാ. ഞാൻ പറഞ്ഞു ഞാനില്ല. എന്റെ അതായത് അമ്മയുടെ സഹോദരിയുടെ മകന്റെ കൂട്ടത്തിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പൊ പുള്ളിയെ വിളിക്കുന്നത് സാബു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ വിളിക്കുന്നത് ചില്ലാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചില്ലാൻ എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു.
ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. ചില എന്നെ വഴക്ക് പറയും, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഇല്ലടാ, ഞാൻ ചില്ലാനെ വിളിച്ചു പറഞ്ഞോളാം, നീ വാ എന്ന് പറഞ്ഞു. ആ ശരി, എന്നാ ഞാൻ വരാം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് മേടിച്ച് കളഞ്ഞ് ഒരു സെൻട്രൽ ഫ്രഷിന്റെ ഒരു ബൗൾക്കൂ മേടിച്ച് എനിക്ക് തന്നേച്ച് പുള്ളിയുടെ ഓട്ടോറിക്ഷ കയറ്റി. അന്ന് ഞാൻ ചോറും കൊണ്ടാ പോകുന്നു. ചോറും എല്ലാം മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞങ്ങള് അവന്റെ വീട്ടിലോട്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ തന്നെ അത് ഞാൻ ചർച്ചിലെ അനുഭവം തന്നെ. അതായത് കുറെ പേര് കൂടി ഒന്ന് പാട്ട് പാടുന്നു. ആ, ഒരു ദേവദാസനുണ്ട്. എനിക്ക് അറിയത്ത് പോലുമില്ല ആ ദേവദാസൻ ഏതാന്ന് പോലും. ദേവദാസന്റെ കൂട്ടത്തിൽ രണ്ടു മൂന്ന് സഹോദരന്മാരുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് കയറിയിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഒരു പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഒരു പാട്ട് പാടാൻ തുടങ്ങി. അന്ന് ഇന്നും എനിക്ക് ആ പാട്ട് ഓർമ്മയുണ്ട്, എന്ത് ദിശയമേ എന്നുള്ള ആ പാട്ട് അവിടെ പാടിയത്. അപ്പം പെട്ടെന്ന് എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് എന്തെന്നില്ലാതെ വിമിഷ്ടം വരാൻ തുടങ്ങി. ഞാൻ കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പം ആ ദേവാസൻ ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് എന്നോടും പറഞ്ഞു എഴുന്നേറ്റിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം എന്റെ അടുക്കെ വന്നേച്ച് കരയണ്ട എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നു. പക്ഷെ എനിക്കിതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് ശക്തമായിട്ട് കൈയടിച്ച് പാട്ട് പാടുക. അപ്പൊ നമുക്കിതൊന്നും ആ, എന്നാന്നൊന്നും അറിയത്തില്ല. ഈ കൈയടിച്ച് പാട്ട് പാടുന്നത് എന്തിനാണെന്നോ ഒന്നും അറിയാം. പക്ഷെ എനിക്കറിയാം ഞാൻ ഏതാണ്ട് തീക്കകത്ത് നിൽക്കുന്നതാണ്. അയ്യോ, ആ ദൈവദാസം വന്ന് എന്റെ അടുക്ക വന്ന് എന്റെ തോളെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്റെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇതെന്നതാണെന്നുള്ള ഒരു ഇതില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം അത് കഴിഞ്ഞ് കുറെ ഇതെല്ലാം കഴിഞ്ഞ പാട്ടുമെല്ലാം നിർത്തി അവർ ദൈവവചനം സംസാരിക്കുന്നത്. അപ്പം പറഞ്ഞ ദൈവവചനം ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം വെച്ചാൽ അവര് അവരുടെ ശൈലി പറയുന്നത് നമുക്കാണെങ്കിൽ കൂട്ടത്തെ കാണരുതെന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം ഇത് തട്ടിപ്പാന്ന് അന്നൊരു ഞാൻ വിശ്വസിക്കുന്നത് തട്ടിപ്പാ, ഇത് വെറുതെയാന്നുള്ളതാണ്. പക്ഷെ അന്ന് അധിവാസനോട് പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. അപ്പം എന്നോടല്ല പറയുന്നത്, എന്നെ വിളിച്ചുകൊണ്ട് പോയ കൊച്ചുവാൻ എന്ന് പറയുന്ന വ്യക്തിയോടാ പറയുന്നത്, അവന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കൊച്ചുവാൻ എന്നോട് വന്ന് ചോദിച്ചു, "ഞാൻ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല." അന്ന് ഞാൻ അറിഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. കാരണം എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അപ് ടു ഡേറ്റ്, ആ ദിവസം വരെ നടന്നത് ഓരോന്നോരോന്ന് എനം തിരിച്ച് പുള്ളി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കാരണം നമ്മൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ മിക്ക ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങളും രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ് ടു ഡേറ്റ് ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും എന്താ പറയുന്നത്, അന്ന് മുട്ടുമടക്കി ദിവസങ്ങളിൽ ആ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു കാരണം ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അന്ന് മനസ്സിലാക്കി. കാരണം എന്നതാണെന്ന് അറിയത്തില്ല. എന്നെ ഒരു ഒരു നമ്മളൊരു എന്നാ സംരക്ഷണ വലയത്തിലേക്ക് നമ്മൾ നിൽക്കുന്നത് പോലെ നമ്മളായി. പെട്ടെന്ന് നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം ഉണ്ടെന്ന് എനിക്കൊരു തോന്നല് അന്ന്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു വേറൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് അറിയുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ അതിൽ കവർ ചെയ്തത് എന്ന് അന്ന് നിന്ന് എന്റെ മദ്യപാനവും സിഗരറ്റ് വലിയും അന്ന് ആ സ്പോട്ടിൽ വെച്ച് പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ എനിക്കങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. കാരണം ഞാൻ 6 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്റെ കാലിൽ ഇപ്പോഴും ഉണ്ട് ഈ നിക്കോട്ടിന്റെ അംശത്തിന്റെ ആ ബ്ലാക്ക് കളർ. 2012 നിർത്തിയതാ സിഗരറ്റ് വലി. ജൂൺ മാസത്തിൽ നിർത്തിയതാ. ഞാൻ കർത്താവിനെ അറിഞ്ഞ് 2012 ജൂൺ മാസം ഞാൻ കർത്താവിനെ അറിയുന്നത്. അന്ന് നിർത്തിയതാ. പക്ഷെ ഇന്നും ഉണ്ട് എന്റെ കാലിൽ ആ നിക്കോട്ടിന്റെ അംശം. അന്ന് ഞാൻ സിഗരറ്റ് മേടിക്കുന്ന കടക്കാരൻ എന്നോട് പറയും, അച്ഛന്റെ കൂട്ടുകാരനാണ്, നീ ഇങ്ങനെ വലിക്കരുത്, വലിച്ചാൽ നിനക്ക്
നാശത്തിലേക്ക് നിന്നെ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറയും. പുള്ളി തന്നെ എനിക്ക് സിഗരറ്റ് തരുന്നെങ്കിലും ഇതുപോലെ വലിക്കരുത്. കാരണം ഒരു ദിവസം 6 പാക്കറ്റ് സിഗരറ്റ് എന്ന് പറയുമ്പോൾ 60 സിഗരറ്റ് വലിക്കുകയായിരുന്നു. അതുപോലെ മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവിടുന്ന് ഒക്കെ ദൈവം ആ ഒരു ദിവസം മുന്നമേ നിന്നെ കണ്ടിരിക്കുന്നുവെന്ന്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന വചനം അന്ന് എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായി. കുടുംബം റീസെറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങള് ഇപ്പൊ സന്തോഷത്തോടെ, കാരണം ആ, എന്തെന്നില്ലാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ ഒരു ദിവസം മുതൽ. പക്ഷെ അന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അവര് ലീഫിസിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവര് തിരിച്ച് പാരമ്പര്യ വിശ്വാസത്തിലേക്ക് പോയി. ആ- ആ ഈ പറഞ്ഞ കൊച്ചുമോൻ എന്ന് പറയുന്ന വ്യക്തി, അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ആ എന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചതാ ആ വ്യക്തിയാണ് ഒരു സാക്ഷി ഉളവാക്കും എന്ന് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ കൊച്ചുമോൻ എന്ന് പറയുന്നത് ഇന്നും പുള്ളി പാരമ്പര്യ വിശ്വാസത്തിലാണ്. ആ ആ പുള്ളി ഓർത്ത് എല്ലാവരും സാക്ഷ്യം കാണുന്ന എല്ലാവരും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ആ കുടുംബത്തെ, എനിക്കിപ്പോ ആ കുടുംബത്തെ കണ്ടാൽ സങ്കടമാവും. കാരണം ആ, അന്ന് നിന്ന ലെവലിൽ നിന്ന് താഴേക്ക് അങ്ങ് പോയി, ഒത്തിരി താഴേക്ക് അങ്ങ് പോയി. അപ്പം നമുക്ക്, എനിക്ക് കാണുമ്പോൾ ഒക്കെ സങ്കടം. ഞാൻ അവരോട് പറയുകയും ചെയ്യും, ഇതല്ല സത്യം കേട്ടോ എന്ന്. ഞാൻ എപ്പോഴും ഞാൻ അറിഞ്ഞ ആ ദൈവത്തെ ഞാൻ അവരോട് പറയാറുണ്ട്. ആ കൊച്ചുമോൻ എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരനോടും പറയാറുണ്ട്. അതെങ്കിലും അവർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. കാരണം അത് ആ, എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് ദൈവത്തിന്റെ ഹിതമായിരിക്കും. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇപ്പോഴൊന്ന് ഇത് അപേക്ഷിക്കുന്നു. ഞാൻ കാരണം ഞാൻ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അവന്റെ വീട്ടിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇന്ന് ഞാൻ എന്തിനാണ് എന്നെ അങ്ങനെ, കാരണം വെച്ചാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ വചനം എന്നിൽ നിവൃത്തി ആയി. കാരണം ഇന്ന് സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. എനിക്കെന്ന് മാത്രമല്ല, എൻ്റെ അമ്മ വന്നു. ആ, ഞങ്ങള് സഹോദരി മാത്രം വന്നിട്ടില്ല, സഹോദരനും വന്നിട്ടില്ല. സഹോദരന്റെ കുടുംബം വന്നു. സഹോദരന്റെ കുടുംബം സഭയിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആ, സേവിപ്പാൻ ദൈവം കൃപ നൽകി. സഹോദരിയും കുടുംബം വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ജീവിതത്തിൽ നിന്ന്, അഴുക്ക് ചാലിൽ നിന്ന് ദൈവം എന്നെ വീണ്ടെടുത്തത് അവിടുത്തെ വിലയേറിയ രക്തത്താലാണ് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, മദ്യപാനവും സിഗരറ്റ് വലിയും എന്ന് പറയുന്നത് മനുഷ്യനെ തകർക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അന്ന് ബോധ്യമായി. ഒരെണ്ണമായാലും 9 എണ്ണമായാലും അത് മനുഷ്യനെ തകർത്ത് കളയും. മദ്യപാനി സ്വർഗരാജ്യത്തിന് അവകാശിയാകത്തില്ലെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുമ്പോൾ അത് സത്യം തന്നെയാണ്. കാരണം അത് അതിനകത്ത് ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാകത്തില്ല. അത് മനുഷ്യന്റെ ആരോഗ്യത്തെ മാത്രമല്ല, അവന്റെ സാമ്പത്തിക നിലയിൽ, അതൊരു സാമ്പത്തിക നിലയും തകർത്ത് കളയുന്ന ഒന്നാണ്. ഞാൻ ബിഗ് സീറോയിലോട്ട് പോയ വ്യക്തിയാണ്. എന്റെ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് എന്റെ എന്റെ ജോലി നഷ്ടപ്പെട്ടു. ചേട്ടച്ചാറ് ചേട്ടച്ചാറെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല എന്നൊരു ശൈലിയിലേക്ക് പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി. പക്ഷെ എന്റെ ദൈവം എന്നെ ഒരു ദിവസം പോലും വീട്ടിലിരുത്തിയിട്ടില്ല. കാരണം അന്ന് മുതൽ എനിക്ക് ആവശ്യമാണ് അന്നേക്കുള്ള ആഹാരം എന്നുള്ളത് ദൈവം തരുന്നുണ്ട്. ഇന്നും ദൈവം മുട്ടില്ലാതെ ദൈവം നടത്തുന്നു. കാരണം ദൈവത്തെ അറിഞ്ഞ ദിവസം മുതൽ ഒരു കാര്യത്തിനും ദൈവം മുട്ടുവരുത്തിയിട്ടില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു കാര്യത്തിനും മുട്ടുവരുത്തിയിട്ടില്ല. ഊട്ടിവെക്കാനായിട്ട് ദൈവം തരത്തില്ല, അത് ദൈവത്തിന്റെ വാഗ്ദത്വമല്ല. പക്ഷെ ഇന്ന് നടക്കേണ്ട കാര്യങ്ങൾക്ക് തക്ക സമയത്ത് ദൈവം വാതിലുകളെ തുറന്നു തരും.
അതെനിക്ക് ഉറപ്പാണ്. അതെന്റെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ അത് നല്ല വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്റെ ജീവിതം അതുപോലെയാണ് ദൈവം മാറ്റിയെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള അവിടെ വെച്ച് ഒരു ദേവദാസനെ പരസ്യയോഗം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വഴി അവിടെ വെച്ച് ഇത് ചെയ്യരുതെന്നും പറഞ്ഞു പുള്ളിയുടെ സൈക്കിൾ മേടിച്ച് കളഞ്ഞതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ആ പൊസിഷനിൽ ദൈവം എന്നെ കൊണ്ട് നിർത്തി. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറെ നല്ല കൂട്ടുകാരെ കിട്ടി. നല്ല കൂട്ടുകാരൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന കുറെ കൂട്ടുകാരെ കിട്ടിയപ്പം എന്റെ പ്രായത്തിലുള്ളവര് അപ്പം അവരെന്നോട് പറഞ്ഞു, എടാ നീ വരുവാണെങ്കിൽ നമുക്കൊരു ഒഴിച്ച് ഞായറാഴ്ച ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല, ഇന്നും അറിയത്തില്ല കേട്ടോ സംസാരിക്കാനായിട്ട്. ദൈവം തരുന്ന കൃപയ്ക്കൊത്തോളം സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇന്നും സംസാരിക്കാൻ അറിയത്തില്ല. മോശ പറഞ്ഞ പോലെ ഞാൻ വിക്കനാ എന്ന് പറഞ്ഞ ഒരു ശൈലിയാ എന്റേത്. പക്ഷെ എന്നോട് പറഞ്ഞു അവിടെ വന്ന് നിന്നാ മതി, നീ നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ വന്ന് നിന്നാ മതി എന്ന് പറഞ്ഞു. രണ്ടു മൂന്ന് പേര് ഉള്ളത് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞവര് ഞങ്ങൾ അങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ഓരോ ദിവസം ഓരോ രണ്ട് മൂന്ന് സ്ഥലത്ത് പരസ്യങ്ങൾ ചെയ്യും. ആ, അപ്പൊ അന്നേരം എനിക്ക് ഈ എന്നതിനാണെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അത് പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുന്നത് കാണുവാൻ പറ്റി. അതിലുപരി എന്നെ ദൈവം ഒരു കാര്യം എനിക്ക് ദൈവം ഒരു കാര്യം മനസ്സിലാക്കി തന്നു. ഞങ്ങള് നീലകണ്ഠപ്പടി എന്ന് പറഞ്ഞ തിരുവഞ്ചൂര് നീലകണ്ഠപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് പരസ്യയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഒരു ഓട്ടോസ്റ്റായിൽ ഒരു സഹോദരൻ വന്നു വെച്ച് ഞങ്ങളെ ശരിക്കും വഴക്ക് പറഞ്ഞു, പുലപ്പിയും പറഞ്ഞു. ഞാൻ അന്ന് ചെയ്ത കാര്യം അന്ന് ആ ആ സഹോദരൻ വന്ന് പറഞ്ഞു. ഓട്ടോസ്റ്റായ വന്ന് നിന്ന് ഞങ്ങളെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ പുലപ്പിയും പറയുക, ഇവിടെ നിന്ന് വിട്ടു പോകണമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞെന്നാൽ ഞങ്ങൾ നിർത്തിയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെന്നാ ഇത് നിർത്തി പോയേക്കാന്ന് പറഞ്ഞ് ആ പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും വണ്ടി ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയില്ല. അതിനു മുമ്പേ ആ വണ്ടി മറിഞ്ഞു. ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയില്ല. അന്ന് എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു കാര്യമുണ്ട്. അന്ന് നിന്നെ ഇതുപോലെ ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന്. പക്ഷെ അന്ന് എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു കാര്യമാണ്, എനിക്ക് നിന്നെ അതുപോലെ ചെയ്യാറുണ്ട്. പക്ഷെ ദൈവം അന്ന് എനിക്ക് മനസ്സിലായി, ദൈവം കാരുണ്യവാനായ ദൈവമാണെന്നും നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്നും. എന്നോട് ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു കാര്യമാണ്, നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. അത് ശരിക്കും എന്തിനാ വിളിച്ച ആ വിളി എന്താണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ആ വിളിയിലേക്ക് വരുവാൻ വേണ്ടി ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്കുക, അത്യുന്നതന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. ആ ഒരു വാക്യം എന്നിൽ എപ്പോഴും സ്പർശിക്കുന്ന ഒരു വാക്യമാണ്. കാരണം അത്യുന്നതന്റെ പ്രകാശം എന്നിൽ വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ഇതുവരായിട്ടും എങ്കിലും സുവിശേഷീകരണത്തിനൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. സുവിശേഷം വടക്കേ ഇന്ത്യയുടെ പ്രദേശത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സുവിശേഷീകരണം നടത്തുന്നുണ്ട്. എങ്കിലും എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ, ഞാൻ ഒരു ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ സമയത്ത് എന്നെ കുറിച്ച് പറയുകയോ എന്നല്ല, എന്റെ കർത്താവ് എന്നെ എന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയേണ്ടത്. അതിലുപരി ഞാൻ കർത്താവിനെ കുറിച്ച് പറയുവാൻ എന്റെ നാവുകളെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ ആ ആ സമയത്ത് മാത്രം ദൈവം എനിക്കത് തരുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ എന്റെ നാവിനെ അത് ബലപ്പെടുത്തും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ മുഴു സുവിശേഷമായിട്ട് ഇറങ്ങാനുണ്ടോ എനിക്കൊരു ഭയമാണ്, ഇപ്പോഴും ഭയമാണ്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ആഗ്രഹം കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഓൺലൈൻ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. ലാസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. അതൊക്കെ ദൈവ അനുഗ്രഹമായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം
ഇതല്ല എന്റെ ജീവിത ശൈലി. ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. ഇതല്ല എന്റെ ജീവിത ശൈലി. ജോലിയോടുകൂടെ സുവിശേഷം ചെയ്യുകയല്ല, സുവിശേഷത്തോടുകൂടി ജോലി ചെയ്യാനാണ് എന്റെ ആഗ്രഹം. കാരണം സുവിശേഷത്തോടുകൂടി ജോലി ചെയ്യുന്നതാണ് നല്ലത്. അത് എല്ലാവരും പറയുന്ന ഒരു ഞാൻ ജോലിയോടുകൂടി സുവിശേഷം ചെയ്യാന്ന്. അതല്ല എന്റെ മനസ്സിൽ എന്റെ ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ജോലിയോടുകൂടിയല്ല സുവിശേഷം ചെയ്യേണ്ടത്. സുവിശേഷം ആണ് ഫസ്റ്റ്. സുവിശേഷത്തോടു കൂടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ആഹാരത്തിനുള്ള ജോലി നമ്മൾ ചെയ്യണം. നമ്മുടെ കുടുംബം നടന്നു പോകാനുള്ള ജോലി. അതല്ല മുഴു സുവിശേഷത്തിനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വഴി ദൈവം തുറന്നു വരും. അതെന്തിനാണ്? അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് കർത്താവിന്റെ ഹിതമാണ്. എന്നാ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് കർത്താവിന്റെ ഹിതമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സുവിശേഷം, ആരോടെങ്കിലും സുവിശേഷം പറയുക, അല്ലെങ്കിൽ കർത്താവിന്റെ വേല എന്നതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നിൽക്കുക. ചർച്ച കാര്യങ്ങൾ നോക്കാനുള്ള ചർച്ചിന്റെ കാര്യങ്ങൾ നോക്കുക. ഇതൊക്കെ സുവിശേഷത്തിന്റെ ഭാഗം തന്നെ. നമ്മുടെ നാട്ടില് നമ്മൾ നിൽക്കുന്ന ദേശത്ത് സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുക, കർത്താവിനെ സാക്ഷീകരിക്കുക, സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമാണ് ആരാധന. അത് നല്ല വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് കർത്താവിന് കൊടുക്കാൻ പറ്റിയ ആരാധന. അതിലപ്പുറമൊന്നുമില്ല. നമ്മൾ കൈയടിച്ച് പാട്ടുപാടുകയൊന്നുമല്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തിക്കകത്ത് വ്യക്തമായിട്ട് ബർണ്ണബാസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അനുസരണയുള്ളവനും ദൈവഭക്തിയുള്ളവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ഒരു സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിൽപ്പാൻ അവിടുത്തെ കൃപ നൽകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന. ഈ സാക്ഷ്യം കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും കർത്താവിനെ അറിയാൻ. കാരണം എന്റെ ജീവിതം അതുപോലെ തകർന്നു പോയ ഒരു ജീവിതമായിരുന്നു. എനിക്ക് നല്ല കോട്ടയം, ഏറ്റുമാനൂര്, ആ, ആ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയാം. ഈ ഫൈനാൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഫൈനാൻസിന്റെ ഏറ്റവും പേരുകെട്ട സ്ഥലമായിരുന്നു ഒക്കെ. പക്ഷെ അവിടുന്നൊക്കെ ദൈവം എന്നെ വീണ്ടെടുത്തു. അവിടുന്നൊക്കെ വിടുവിച്ചു. കാരണം ആ കേസിനകത്ത് ഞാൻ കേൾ- ഞാൻ അകത്ത് പോകേണ്ട സമയത്ത്, അതായത് കേസിൽ അകപ്പെടേണ്ട സമയത്ത് എന്റെ കൂടെയുള്ള ഒരു വ്യക്തി എന്നോട് പറയുന്നത്, എടാ നീ അകത്ത് പോകണ്ട, ഞാൻ കേസ് ഏറ്റോളാം, ഞാൻ പൊക്കോളാം എന്ന് അവനെ അതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ, എടാ ഞാൻ ചെയ്തോളാം, നീ ചെയ്യണ്ട, കാരണം നിനക്ക് വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവൻ ചെയ്തു. കാരണം അന്ന് കുബേര എന്ന് പറയുന്നൊരു നിയമം നിലവിൽ വന്നിട്ട് ആ, ശരിക്കും ഫൈനാൻസുകാരെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കുടിവെട്ട് കേസും അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കേസ് വരുന്നത്. അന്ന് പത്രത്തിലൊക്കെ ഭയങ്കരമായിട്ട് പേര് എടുത്തൊരു കേസായിരുന്നു ഞങ്ങളുടെ കേസ്. ദമ്പതികളെ തിരുനക്കര അമ്പലത്തിന്റെ അകത്ത് വെച്ച് തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ഇങ്ങോട്ട് പോകുന്ന മരണത്തിന് മദ്യപാനം എന്ന് പറയുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ കാരണം മദ്യപിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതം തകർന്നു പോയത്. പൂർണ്ണമായിട്ടും തകർന്നു പോയത് മദ്യപിച്ചത് കൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ ചെവി കൊടുക്കത്തില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ. കാരണം നമ്മളാണ് മദ്യപിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് തന്നെ ഒരു ഇതുണ്ട്, ഞാനാണെല്ലാം എന്നുള്ള ചിന്താഗതി ഞാനെന്നൊരു ഭാവം നമ്മളിൽ വരും. അപ്പം അത് നമ്മളിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ ഈ മദ്യപാനം പൂർണ്ണമായിട്ടും എല്ലാവരും നിർത്തുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അവർക്ക് വേണ്ടി പെനിയേൽ എന്ന് പറയുന്നൊരു ബൈബിൾ കോളേജ് ഉണ്ട് മൂവാറ്റുപുഴയിൽ. അവിടെ ഒരു ഡീഡിഷൻ സെന്റർ നടത്തുന്നുണ്ട്. അത് ഡീഡിഷൻ സെന്റർ എന്ന് പേരേ ഉള്ളൂ, പക്ഷെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അവര് അവിടെ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് അവർക്ക് മാറണമെന്ന് തോന്നുന്ന ആൾക്കാരെ അവിടെ കൊണ്ടുവന്നാക്കും. അവര് ബൈബിൾ പഠിപ്പിക്കുന്നത്, ബൈബിളിലൂടെ അവരുടെ ജീവിതത്തെ മാറ്റി കൊണ്ടുവരിക എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് നടത്തുന്ന ഒരു
പ്രസ്ഥാനമാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആർക്കെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് എന്റെ ഈ സാക്ഷ്യം കേട്ടിട്ട് ആർക്കെങ്കിലും മദ്യപാനത്തിൽ നിന്നോ സിഗരറ്റ് വലിയിൽ നിന്നോ ഒക്കെ ഒരു വിടുതൽ വേണമെന്ന് തോന്നിയാൽ വിളിക്കാൻ മടിക്കണ്ട. എവിടെയാണെങ്കിലും ഞാൻ വരും, വന്ന് കൂട്ടിക്കൊണ്ട് നിങ്ങളെ പോകണം. കാരണം എന്റെ ജീവിതം അതുപോലെ തകർന്നു പോയൊരു ജീവിതമാണ്. ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകാതിരുന്ന, കാരണം ഉണ്ടാകത്തില്ല. കാരണം മരിച്ചു പോയിരുന്നെങ്കിൽ അന്ന് ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയത് ഞാൻ ഉണ്ടാകത്തില്ല. അവിടുന്നൊക്കെ എന്റെ ദൈവമാണ് എന്നെ വീണ്ടെടുത്തത്. അതെനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നും ഞാൻ ഈ ദൈവത്തെ ഉയർത്തുന്നത്. എനിക്ക് വേറൊന്നും ഉയർത്താനില്ല. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ ഉയർത്തുവാൻ. അവന്റെ ക്രൂശ് മാത്രമേ. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ താണ ലോകത്തേക്ക് വന്നെന്ന് ഉറച്ച ഒരു ബോധ്യം എനിക്കുണ്ടെന്ന്. കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത് ദൈവം ആഗ്രഹിക്കുന്ന. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തത്. അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഒഴുകിക്കളഞ്ഞത്. അവന്റെ മരണത്താലാണ്, അവന്റെ ഉയർപ്പിനാലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. ആ ഉറച്ച ബോധ്യത്തിലേക്ക് വരണം. ഓരോ വ്യക്തികളും ആ ഉറച്ച ബോധ്യത്തിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന കാരണം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ലാസറിനെ ഉയർപ്പിച്ചത് കർത്താവ് മരിച്ചിട്ടോ ഒന്നുമല്ല. പക്ഷെ ഒരു മനുഷ്യനെ വീണ്ടെടുത്തത്, ഓരോ മനുഷ്യനെയും വീണ്ടെടുത്തത് അവനെ തന്നെ കൊടുത്തിട്ട്. അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പിതാവാം ദൈവം. നമ്മളാണ് ചെയ്യുവോ നമ്മുടെ മക്കളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു കർത്താവ്. ഇപ്പോഴും ഓരോ പാപത്തെ ദൈവം വെറുക്കുന്നില്ല, പാപിയെ ഒരിക്കലും ദൈവം വെറുക്കുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എത്ര പാപിയാണെങ്കിലും വെറുക്കുന്നില്ല കർത്താവ്. അവനിലെ പാപത്തെ വെറുക്കുന്നുണ്ട്. അത് അവനിൽ വരുന്നത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും, വിശ്വാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും അതെന്തുകൊണ്ടാണ് ഒരുവൻ പാപിയായി തീരുന്നത് എന്നുള്ള കാര്യം. ആ പാപം പൂർണ്ണമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലെ കഴുകിക്കളയാൻ ഓരോ മനുഷ്യർക്കും കഴിയത്തുള്ളൂ. നിത്യജീവന് ഉറപ്പായി തീരണം ഓരോരുത്തരും. സകലവും ദൈവം ഉളവാക്കിയതാണ്. അത് നമുക്ക് ദൈവം തരുന്ന വാഗ്ദത്തമാണ് സകലവും. പക്ഷെ അതിലുപരി നിത്യത മുറുകെ പിടിക്കുവാൻ ഓരോരുത്തരെയും ആഹ്വാനം പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ആരോഗ്യ ടിവിയോടും ദൈവദാസനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് രാമം കുറിക്കുന്നു. താങ്ക് യു പ്രിയ റോണി വർഗീസ് ബ്രദർ. അവിശ്വസനീയമായ അനുഭവങ്ങൾ, തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവീയ ഇടപെടൽ റോണി ബ്രദറിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയായിരുന്നു. ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടുവരുന്ന ആ വിധങ്ങൾ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ മകനെന്ന്. പിതാവ് മരണപ്പെട്ടതിന് ശേഷം തെറ്റിപ്പോയ ജീവിതത്തിലെ പാതകളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം മദ്യം, പുകവലി, മറ്റ് ലഹരി വസ്തുക്കൾക്ക് അടിമയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തകർന്ന് തരിപ്പണമായ ഒരനുഭവത്തിലേക്ക് പോകാൻ ഇടയായി തീർന്നു. ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടായി. ഒരവസരത്തില് സുവിശേഷ പ്രവർത്തകൻ പരസ്യയോഗം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞയച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയ ആ രംഗം ഒക്കെ പറയുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് ദൈവം നോട്ടമിട്ടതാണ്, അന്ന് ദൈവം കൊളുത്തിട്ടതാണ്, അന്നാണ് ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചത്. അതിനു മുൻപ് ഒത്തിരി
സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം തമ്പുരെ പിടിച്ചില്ലായിരുന്നു. പക്ഷെ ദൈവം പിടിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ സൈക്കിളിൽ നടന്ന് സുവിശേഷം പറയുന്ന ആ ദൈവം മനുഷ്യനെ തൊട്ടപ്പോൾ അന്ന് ദൈവം തീരുമാനിച്ചു, പ്രിയ റോണിയെയും ഞാൻ ഇതേ അനുഭവത്തിൽ ഈ കവലയിൽ ഇവിടെ കൊണ്ട് നിർത്തുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ആ ഈ ജീവിതയാത്രയിൽ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. പല സന്ദർഭങ്ങളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒരിക്കൽ മുറിക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരു വ്യക്തി, സ്വന്തം സഹോദരി അത് ആ വാതിൽ തുറന്ന് എങ്ങനെയോ രക്ഷപ്പെടുത്തി ജീവൻ തിരിച്ചു വരുവാനിടയായി തീർന്ന ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ മരണത്തിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഒരു പഴയ ജീവിതമല്ല, പഴയ റോണിയല്ല പിന്നീട് ആയിരിക്കുന്നത്. തികച്ചും വ്യത്യസ്ത അനുഭവത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം മടക്കി തന്ന ജീവനുള്ള ഒരു റോണിയെയാണ് പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ആ കാഴ്ചപ്പാടുകൾക്കൊക്കെ മാറ്റം വന്നു. പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മകൾക്കുമൊക്കെ ക്ഷണിക്കുന്ന ഒരു രംഗം പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡിലെ പ്രിയ സഹോദരൻ കൊച്ചുമോനെ ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. ആ സഹോദരനെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരന് പ്രിയ റോണിയെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇന്ന് അദ്ദേഹം ഈ അനുഭവത്തിൽ നിന്ന് പിന്മാറിപ്പോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. വലിയ ഒരു കൊടും മദ്യപാനിയെ, ഒരു പുകവലിക്കാരനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവസന്നിധിയിലാക്കിയതിന് ശേഷം അദ്ദേഹം പഴയ അനുഭവത്തിലേക്ക് തിരിച്ചു പോയി എന്ന് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ആ സഹോദരൻ ഒരുപക്ഷെങ്കിൽ സഹോദരൻ റോണിയുടെ മാനസാന്തരത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു ഉപകരണമായിരിക്കാം എന്നൊരു പക്ഷെങ്കിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ല, ആ സഹോദരനും കുടുംബവും മടങ്ങി വരട്ടെ, പൂർണ്ണമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ആ പ്രിയപ്പെട്ടവനെയും കുടുംബത്തെ ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എല്ലാ ലഹരി വസ്തുക്കളും ഉപേക്ഷിച്ച് കർത്താവിന് പ്രയോജനമുള്ള ഒരു പാത്രമായി, അതായത് കയ്പ് നിറഞ്ഞ മാറായിലെ അനുഭവം മധുരമുള്ള ഒരു അനുഭവമാക്കി മാറ്റിയതുപോലെ പ്രിയ റോണിയുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും ദൈവം നിറച്ച് ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി, അനേകർക്ക് മധുരമുള്ളവനാക്കി, രുചി പകരുന്നവനാക്കി, ആശ്വാസം പകരുന്നവനാക്കി ദൈവം ഇന്ന് തീർത്തിരിക്കുന്നു. ഒരു കാലത്ത് സമൂഹത്തിന്, നിയമപാലകർക്ക്, വീട്ടുകാർക്ക് തലവേദനയായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഒരാശ്വാസമായിരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, തലമുറകൾ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ദൈവം ഇന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ റോണി സഹോദര, എനിക്ക് പറയാനുള്ളത്, കർത്താവിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ പടിപടിയായി ഘട്ടം ഘട്ടമായി ആ വ്യക്തിയെ ദൈവം തമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് ഒരുക്കിയെടുത്ത് കൊണ്ടുവരുവാനിടയായിത്തീരും. നമുക്കറിയാം, ഒരു ആശാരിയുടെ കയ്യിൽ ഒരു മരക്കഷ്ണം കിട്ടിയാൽ അദ്ദേഹം അതിനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിണങ്ങിയതായ ഒരു ഉരുപ്പടിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം തൻ്റെ ഉളി കൊട്ടുവടി അതിൽ അടിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് പ്രാവശ്യം അളന്ന് നോക്കുവാനിടയായിത്തീരും. ഒരുപാട് പ്രാവശ്യം അതിൻ്റെ ലെവൽ പരിശോധിക്കുവാനിടയായിത്തീരും. ഏറ്റവും ഒടുവിൽ അതിനെ ചിന്തേറിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച് ആ ഒരു പ്ലാനിൻ പ്രകാരം അതിനെ മനോഹരമാക്കി എടുത്ത് അതിനെ പോളിഷൊക്കെ ചെയ്ത് അതിന് ഒരു രൂപവും ഭാവവും കൊടുത്തതിന് ശേഷം അതിനെ എവിടെ ഉപയോഗിക്കണമോ അവിടെ അതിനെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. പ്രിയ സഹോദരൻ്റെ ജീവിതത്തിലും ഇപ്രകാരം നല്ല കാർപ്പൻ്ററായ, അതെ, നല്ല ആശാരിയുടെ കയ്യിൽ കർത്താവായ യേശു ക്രിസ്തു, ആ തച്ചൻ്റെ മകൻ, തച്ചൻ, ആമേൻ, യേശു കർത്താവ് തിരഞ്ഞെടുത്തു. ഇന്ന് കർത്താവിൻ്റെ കയ്യിൽ പണിയപ്പെടുന്ന ഒരു ഉരുപ്പടിയായി പ്രിയ സഹോദരനെ ദൈവം ആക്കിയിരിക്കുക.
അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരട്ടെ. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ആ യജമാനന്റെ ഹൃദയത്തിൽ എന്ത് നിശ്ചയിച്ചിരിക്കുന്നുവോ ആ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തക്ക സമയമാകുമ്പോൾ കർത്താവ് ആ എന്ത് ഉദ്ദേശിച്ചു ആ അനുഭവത്തിലേക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുക, അതുവരെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ചോദ്യം ചെയ്യാൻ പാടില്ല. നാം കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ. മോശ പറഞ്ഞതുപോലെ ഞാൻ വിക്കനാണെന്ന് പറഞ്ഞപ്പോൾ സഹോദരനെ അഹരോനെ തനിക്ക് പകരമായി ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ താന് അതിന് തയ്യാറായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം കൂടി മോശയ്ക്ക് ദൈവം കൊടുത്തേനെയായിരുന്നു. എനിക്ക് കഴിയില്ല, വാക്സാമർത്ഥ്യമില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എത്രയോ പ്രിയപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ പ്രിയ റോണി ബ്രദറിനെ ദൈവം ഉപയോഗിക്കട്ടെ. കർത്താവിന് വേണ്ടി ശക്തമായി ആമേൻ സംസാരിക്കുന്ന ഒരു നാവുള്ളവനായി അഭിഷേകത്തോടെ, അധികാരത്തോടെ, ആത്മനിറവോടെ ശക്തമായി ദൈവം ഈ കാലയളവിന് വേണ്ടിയിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. ഏതെല്ലാം മേഖലകളിൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ മേഖലകളിലൊക്കെ ഇറങ്ങിച്ചെന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ദിവസം വരും, ഒരു സമയം വരും, പ്രിയ റോണി ബ്രദറിനെ ദൈവം അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവ പുരുഷനായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദിവസം വരും. ആകയാൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഉപയോഗിക്കേണ്ടത് ഞാനിതാ എന്നെ ഇന്ന് മുതൽ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എന്ന് ഉള്ള പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. കർത്താവ് പ്രിയ റോണി ബ്രദറിനെയും കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ഇത്തരുണത്തിൽ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പ്രേക്ഷകരെ, ഈ വാത്സല്യ സഹോദരന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുമോ? എങ്ങനെയായിരുന്നു ഈ കുടുംബം? എങ്ങനെയായിരുന്നു ഈ വ്യക്തി? എങ്ങനെയായിരുന്നു ജീവിതത്തിൽ അദ്ദേഹം ആ തുടർന്ന് പോന്നിരുന്നതായ ആ ഒരു ജീവിത നിലവാരമായിരുന്നു ഇന്നും എങ്കിൽ ഒരുപക്ഷെങ്കിൽ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അതല്ലെങ്കിൽ ഏതൊരവസ്ഥയിൽ എവിടെ കിടക്കുമായിരുന്നു എന്ന് നാം ഒന്ന് ആലോചിച്ചു. നമ്മുടെ ചുറ്റുപാട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. എത്രയോ പേർ നമ്മുടെ ചുറ്റുപാട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, മിത്രമേ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഒരു നിമിഷം കർത്താവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി, കർത്താവെ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രിയ സഹോദരൻ റോണിയെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അങ്ങേക്ക് കഴിയുമെങ്കിൽ, എൻ്റെ മകനെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങളെ കർത്താവെ അങ്ങ് മടക്കി വരുത്തണമേ, അങ്ങ് തൊടണമേ, അങ്ങൊന്ന് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമൊന്നുമില്ല. മാറായിൻ്റെ വെള്ളത്തെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയുമെങ്കിൽ, ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയുമെങ്കിൽ, ക്രൂശിലെ കള്ളനെ ആമേൻ നിത്യജീവൻ കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ കല്ലറയ്ക്കകത്ത് ആമേൻ നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, ഇന്ന് കേൾക്കുന്ന വാത്സല്യ സഹോദര, സഹോദരി, നിന്റെ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലഹരി വസ്തുവിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ വഴികളിൽ നിന്ന്, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് നിന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ആകയാൽ നീ വിശ്വസിക്കൂ, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. പ്രിയ റോണി ബ്രദർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം കരേറ്റുന്ന കർത്താവെ, ഹല്ലേലൂയ. ആരോമറ്റിവിക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സ്തോത്രം കർത്താവെ. ഒരു സാക്ഷിയോളം വാക്കുന്നു എന്ന് കർത്താവെ തിരുവചനത്തിൽ വായിക്കുന്നത് കർത്താവെ. ആ നല്ല ശുശ്രൂഷയ്ക്കായി എന്റെ കർത്താവെ സ്തോത്രം കർത്താവെ. അവരെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേക കർത്താവെ, ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവെ, വാസനായി സ്തോത്രം
സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പാസ്റ്ററിനെ അവിടുന്ന് കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കുമാറാകണമേ. പ്രവർത്തന മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഈ സാക്ഷ്യം കേൾക്കുന്ന കർത്താവെ, ഞാൻ പറഞ്ഞ സാക്ഷ്യം മാത്രമല്ല കർത്താവെ, ആരോമ ടിവിയിലൂടെ കടന്നു വരുന്ന കർത്താവെ ഓരോ സാക്ഷ്യതയും കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിനെ അറിയുവാൻ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് അവർക്ക് കൃപകളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അവരിൽ വാദിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം അവർ ക്രിയ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ അവിടുന്ന് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന സകലവും തിരുക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണമേ. സകലവും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കുമാറാകണമേ സ്വർഗസ്ഥനായ പിതാവേ. ആമേൻ. താങ്ക് യു പ്രിയ റോണി വർഗീസ് ബ്രദർ. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ബ്രദറിനോട് കുടുംബാംഗങ്ങളുതായി നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമ ടിവിയുടെ പ്രേക്ഷകരുടേതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com